ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ബേസ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഉബൈദ് ആദിനാണ്. നമ്മൾ ഇന്ന് ഇവിടെ ക്ലാസ്സിൽ കൈകാര്യം ചെയ്യുന്നത് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഓക്കെ, നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ സാധാരണ PSC എപ്പോഴും ചോദിക്കാറുള്ള ഒരു ഭാഗമാണ്. ഇങ്ങനെ പറയും A:B സമം 2:3, B:C സമം 4:5 ആയാൽ A:B:C എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കണം. A:B സമം 2:3, B:C സമം 4:5 ആയാൽ A:B:C എത്ര? ഇത് ചെയ്യാൻ വളരെ സിമ്പിളാണ്, വളരെ എളുപ്പമായിട്ട് ജസ്റ്റ് ഒരു ട്രിക്ക് ഉപയോഗിച്ചാൽ മതി. നമുക്ക് എളുപ്പം ഇതിന്റെ ആൻസറിലേക്ക് പോകാം. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മലയാള അക്ഷരത്തിലെ ഗാ ഇല്ലൂടോ, ഗാ, ഒരു ഗാ ഇങ്ങ് വരച്ചാൽ മതി. ഓക്കെ, അത് എങ്ങനെ വരയ്ക്കുന്നത്? ഇതേപോലെ ഒരു ഗാ ഇങ്ങ് വരച്ചു വെച്ചാൽ മതി. ഓക്കെ, യെസ്, നോക്കിയേ. ഈ ഗാ ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് നോക്കണം, നമുക്ക് ഇവിടെ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ എത്ര ജോഡികളുണ്ട്. ഇതിനകത്ത് എത്ര ജോഡികളുണ്ട്? ഓക്കെ, ആദ്യം ഒരു ജോഡി, രണ്ട് ജോഡി. ഓക്കെ ആണല്ലോ, രണ്ട് ജോഡിയാണല്ലോ ഉള്ളത്. ഇങ്ങനെ രണ്ട് ജോഡികൾ ഉണ്ട് എങ്കിൽ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കണം, നമ്മൾ എടുക്കുന്നതിനകത്ത് എപ്പോഴും ഈ രണ്ട് സംഖ്യകൾ വീതം ഉണ്ടായിരിക്കണം. ഈ ഗുണിക്കുന്നത് ഈ രണ്ട് സംഖ്യകൾ വീതം വെച്ചായിരിക്കണം ഗുണിക്കുന്നത്. ഓക്കെ ആണേ, ക്ലിയർ ആണേ? അപ്പൊ നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. A:B സമം 2:3, B:C സമം 4:5 ആയാൽ A:B:C എത്രയാണെന്നൊരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് A:B എന്ന് പറയുന്നത് B:C എന്ന് പറഞ്ഞ രണ്ട് ജോഡികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഗുണിക്കാൻ ഉപയോഗിക്കുന്നതിനകത്തും രണ്ട് ജോഡികൾ ഉണ്ടായിരിക്കണം. ഓക്കെ ആണ്. ഇനി ഗാ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്? ഗാ വരച്ചു. ഗാ സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര നിന്നാ? 2-ൽ നിന്ന് 4-ലേക്കാണ്. 2-ൽ നിന്ന് 4-ലേക്ക്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാവോ? ഈ 2ഉം 4ഉം തമ്മിൽ ഗുണിക്കണം. 2 × 4. ഓക്കെ ആണ്. ഈ 2ഉം 4ഉം തമ്മിൽ ഗുണിച്ചു. 2 × 4 is 2. കാര്യം എന്താ? ഇവിടെ രണ്ട് ജോഡി, ഒരു ജോഡി, രണ്ട് ജോഡി, മൊത്തം രണ്ട് ജോഡി അല്ലേ ഇവിടെ ഉള്ളത്. രണ്ട് ജോഡി ആണപ്പോ നമ്മൾ രണ്ട് സംഖ്യ എഴുതി. രണ്ട് സംഖ്യ ക്ലിയർ ആണല്ലേ? അപ്പൊ A:B എന്ന് പറയുന്നത് A:B എന്ന് പറയുമ്പോൾ 2:3, B:C 4:5 ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ രണ്ട് ജോഡി ഉണ്ടാണ്ട് ഇത് തമ്മിൽ ഗുണിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? മേളിൽ നിന്ന് ഒരു സംഖ്യ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കി. പിന്നെന്ത് ചെയ്യണം? വീണ്ടും B:C പോകുമ്പോൾ വീണ്ടും നമ്മൾ പറഞ്ഞു എപ്പോഴും രണ്ടെണ്ണം വെച്ച് വേണമെന്ന് പറഞ്ഞു. പിന്നെ എത്ര? ഈ 4-ൽ നിന്ന് 3-ലേക്കാണ് ഗാ പോകുന്നത്. 4-ൽ നിന്ന് 3-ലേക്കാണ്. ആ 4ഉം 3ഉം തമ്മിൽ ഗുണിക്കണം. ഓക്കെ ആണല്ലോ? 4ഉം 3ഉം തമ്മിൽ ഗുണിക്കണം. ക്ലിയർ ആയല്ലോ? മേളിൽ നമ്മൾ ഒരെണ്ണം ഒഴിവാക്കി, ഒരെത്തിനെ ഒഴിവാക്കിയിട്ട് അവിടുന്ന് വീണ്ടും അടുത്തേക്ക് വേണം. കാര്യം എപ്പോഴും രണ്ടെണ്ണം വെച്ച് വേണം. അപ്പൊ അത് B:C ഓക്കെ ആണോ? യെസ്. ഇനി നോക്കാം, ഇവിടെ നിന്ന് എന്ത് ചെയ്യണം? ഇവനെയും കൂടെ ഒന്നുകൂടെ ഒഴിവാക്കണം. ഒരുത്തനെ കൂടെ ഒഴിവാക്കണം. ഇവിടുന്ന് ഓരോരുത്തരെ ഒഴിവാക്കുന്ന അനുസരിച്ച് അപ്പുറത്തുനിന്ന് ഓരോരുത്തരെ എടുത്തുകൊണ്ടേ ഇരിക്കണം. ഇവിടുന്ന് ഒരുത്തനെ ഒഴിവാക്കുന്ന അനുസരിച്ച് അപ്പുറത്തുനിന്ന് ഓരോരുത്തരെ എടുത്തു. അപ്പൊ ഇവിടുന്ന് തന്നെ നമ്മൾ ഒരുത്തരെ ആദ്യം ഇത് എഴുതി, ഇവനെ ഒഴിവാക്കിയപ്പോ ഇത് തമ്മിൽ എടുത്തു. അടുത്ത് ഇവനെ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെന്താ? ഗാ വരുന്നത് 3-ൽ നിന്ന് 5-ലേക്കാ. 3ഉം 5ഉം തമ്മിൽ ഗുണിക്കണം. നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു എത്ര ജോഡിയുണ്ട്? 1, 2 ജോഡി. അപ്പൊ വേണ്ട എത്ര? രണ്ടെണ്ണം വെച്ച് സംഖ്യ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇതാണ് A, ഇതാണ് B, ഇതാണ് C. അപ്പൊ എയുടെ വാല്യൂ 2 × 4, ബിയുടെ വാല്യൂ 4 × 3, സിയുടെ വാല്യൂ എത്ര? 3 × 5. ഇനി നമുക്ക് നോക്കാം. A:B:C എന്ന് പറയുന്നത് 4 × 2 8, 4 × 2 8, 4 × 3 12, 3 × 5 15. 8:12:15 ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? 8:12:15. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെട്ടി ചെറുതാക്കാൻ പറ്റും. വെട്ടി ഹരിച്ച് ചെറുതാക്കാൻ പറ്റും. എങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റാവുള്ളൂ. ഇവിടെ പറ്റത്തില്ല, ഇതിനെ ചെറുതാക്കാൻ പറ്റത്തില്ല. കാരണം ഇവിടെ 8-നെയും 12-നെയും 4 വെച്ച് ഹരിക്കാം, പക്ഷെ 15-നെ പറ്റത്തില്ല. അതേപോലെ തന്നെ 12-നെയും 15-നെയും 3 വെച്ച് പറ്റും, പക്ഷെ 8-നെ പറ്റത്തില്ല. എല്ലാ സംഖ്യയും ഒരേപോലെ ഹരിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ നമ്മൾ ഹരിക്കാവുള്ളൂ. ഇല്ല എങ്കിൽ നമ്മൾ അവിടെ വെച്ച് കണക്കെടുത്തേക്കണം. A:B:C എന്ന് പറഞ്ഞാൽ 8:12:15 ആണ്. എയുടെ വാല്യൂ 8, ബിയുടെ വാല്യൂ 12, സിയുടെ വാല്യൂ 15. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ആണല്ലോ? നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. A:B എന്ന് പറഞ്ഞാൽ 5:6, B:C 6:7, A:B:C എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ? അപ്പൊ നോക്കിയാണ്, A:B എന്ന് വെച്ചാൽ 5:6, B:C എന്ന് വെച്ചാൽ 6:7 ആയാൽ A:B:C എത്ര?
നേരത്തെ പറഞ്ഞ പരിപാടി തന്നെ. എന്ത് ചെയ്താൽ മതി? ഗാ ഇങ്ങ് വരയ്ക്കുക. ഗാ ആണ്ടേ ഗാ. ഓക്കെ, എത്ര ജോഡിയുണ്ട്? 1 2 ജോഡി ആണല്ലോ, 2 ജോഡി. അപ്പൊ എന്താ 2 ജോഡി ആകുമ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ A:B എന്ന് പറയുന്ന ജോഡി B:C. അപ്പോൾ നമുക്ക് എപ്പോഴും 2 സംഖ്യകൾ വീതം വേണം ഗുണിക്കാൻ. ഓക്കെ ആണ്. യെസ്, നമ്മൾ ഇനി നോക്കിയോ, ഇവിടെ ഗാ സ്റ്റാർട്ട് ചെയ്യുന്നത് 5 നിന്ന് 6ലേക്കാ. 5ഉം 6ഉം തമ്മിലും ഗുണിക്കുക. 5ഉം 6ഉം ഇത് തമ്മിൽ ഗുണിക്കുകയാണ് എയുടെ വാല്യൂ. നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരുത്തനെയും ഒഴിവാക്കാം. ഒരുത്തനെ ഒഴിവാക്കി കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് ഒരുത്തനെ ഒഴിവാക്കുന്നതനുസരിച്ച് അപ്പുറത്തോട്ട് ഓരോരുത്തരെ എടുത്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, A:B. അടുത്തതുണ്ട് 6ൽ നിന്ന് 6ലേക്ക് പോകുന്ന 6ഉം 6ഉം തമ്മിൽ ഗുണിക്കാം. 6 × 6. ക്ലിയർ ആവുന്നുണ്ടല്ലോ. വീണ്ടും എന്താണ് ഈ ഗാ പോകുന്ന എത്ര? അടുത്ത 6ൽ നിന്ന് അടുത്ത നമ്മൾ ഇവിടുത്തെ ഈ 6നെ ഒഴിവാക്കി അടുത്ത ഇവിടുന്ന് എടുക്കണം. 6 × 7. ഓക്കെ ആണല്ലോ. അപ്പൊ ഒന്നുകൂടെ പറയാം, നമ്മളൊരു ഗാ വരച്ചതിന് ശേഷം അതെന്താണ്? A:B B:C 2 ജോഡിയാണ്. അപ്പൊ എപ്പോഴും 2 സംഖ്യകൾ വീതം ഗുണിക്കാനുണ്ടായിരിക്കണം. ഓക്കെ, ഇനി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന ഗാ സ്റ്റാർട്ട് ചെയ്യുന്ന 5ൽ നിന്ന് 6ലേക്കാ. 5ഉം 6ഉം തമ്മിൽ ഗുണിച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം? അതിന് ഒരെണ്ണം മായ്ച്ചു കളയാം. ഒരെണ്ണം ഇവിടുന്ന് ഒഴിവാക്കുന്നതനുസരിച്ച് ഇവിടുന്ന് 5 നമ്മൾ ഒഴിവാക്കി മായ്ച്ചു കളഞ്ഞു. ഇങ്ങനെ മായ്ച്ചു കളഞ്ഞപ്പോൾ അടുത്ത എത്രയിൽ വന്നു? 6 വന്നു. ഈ 6ഉം 6ഉം തമ്മിൽ ഗുണിച്ചു, അത് B ആയി. അവിടുന്ന് വീണ്ടും 6നെ ഒഴിവാക്കി അടുത്ത 6 7 തമ്മിൽ ഗുണിച്ചു, C ആയി. അപ്പൊ എന്താണ്? A:B:C എന്ന് പറയുന്നത് 6 × 5 30 6 × 6 36 6 × 7 42 ആണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, നേരത്തെ കൂട്ടല്ല. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ വെട്ടിച്ചെറുതാക്കാൻ പറ്റും. നേരത്തെ കൂട്ടല്ല, നേരത്തെ വെട്ടിച്ചെറുതാക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇവിടെ ചെറുതാക്കാം. നിങ്ങൾ ഗുണിച്ച് വെട്ടിച്ചെറുതാക്കാൻ നിൽക്കരുത്. പകരം എല്ലാത്തിനകത്തും കോമൺ ആയിട്ടുള്ള സംഖ്യ ഏതാ നോക്കണം. എല്ലാത്തിനകത്തും കോമൺ ആയിട്ട് എന്തുണ്ട്? ഇതിനകത്ത് 6 ഉണ്ട്, ഇതിനകത്തും 6 ഉണ്ട്, ഇതിനകത്തും 6 ഉണ്ട്. എല്ലാത്തിനകത്തുനിന്നും ഓരോ 6 വീതം വെട്ടിക്കളയണം. ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയും, 2 6 കൂടെ അങ്ങ് വെട്ടിയേക്കരുത്. ഇതിനകത്തുനിന്ന് ഒരു 6 വെട്ടുന്നെങ്കിൽ ഇതിനകത്തുനിന്ന് ഒരെണ്ണേ വെട്ടാവുള്ളൂ, ഇതിനകത്തുനിന്ന് ഒരെണ്ണേ വെട്ടാവുള്ളൂ. ഇതിനകത്ത് 2 6 വെട്ടുവാണെങ്കിൽ മാത്രമേ ഇതിനകത്തും 2 എണ്ണം വെട്ടണം, ഇതിനകത്തും 2 എണ്ണം വെട്ടണം. എല്ലാത്തിനകത്തും വെട്ടാൻ കോമൺ ആയിട്ട് എല്ലാത്തിനകത്തും ഓരോന്ന് വീതം ഉള്ളായതുകൊണ്ട് ഓരോ 6ന് വീതം നമ്മളങ്ങ് വെട്ടി ഒഴിവാക്കി. ഇനി ബാലൻസ് ഉള്ളത് 5ഉം 6ഉം 7ഉം ആണ്. നമ്മുടെ ആൻസർ 5:6:7 ആണ് നമ്മുടെ ആൻസർ. അപ്പൊ A:B:C എന്ന് പറയുന്നത് 5:6:7. ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണല്ലോ. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, A:B എന്ന് പറഞ്ഞാൽ 4:7. B:C എന്ന് വെച്ചാൽ 3:2 ആയാൽ A:C എത്ര? നേരത്തെ A:B:C ആയിരുന്നു വെച്ചത്, A:C മാത്രം വെച്ചത്. നമ്മൾ അപ്പൊ ഇത് എങ്ങനെ ചെയ്യുന്നത്? നമുക്ക് നേരത്തെ വരച്ച പോലെ ഗാ വരച്ചിരുന്ന് ചെയ്യാം. അപ്പൊ A:B:C കിട്ടും. അതിൽ ആദ്യത്തെ അവസാനത്തെ എടുത്താൽ മതി, Aയും Cയും കിട്ടും. അങ്ങനെ ചെയ്ത് നമ്മൾ സമയം കളയണമെന്നില്ല. ഇവിടെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാം. ഇങ്ങോട്ട് നോക്കിയേ, ഈ ഒന്നാമത്തെ ലെറ്റർ അല്ലയോ A? ഒന്നാമത്തെ ലെറ്റർ ആണോ A? അത് കണ്ടുപിടിക്കാൻ നമ്മുടെ ചോദിച്ചിട്ടുണ്ട്. അവസാനത്തെ ലെറ്റർ അല്ലയോ C? അതും കണ്ടുപിടിക്കാൻ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ ആണോ? ഓക്കെ, ഒന്നാമത്തെ ലെറ്റർ ആണ് A, അത് കണ്ടുപിടിക്കാൻ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അവസാനത്തെ ലെറ്റർ ആണ് C, അതും കണ്ടുപിടിക്കാൻ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ടത് A:C എത്ര എന്നാണ് നമുക്ക് വേണ്ടത്. ഒന്നാമത്തെ ലെറ്റർ ആയ A കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഒന്നാമത്തെ വരി നേരെയും ഗുണിച്ച് വെച്ചാൽ മതി. ഒന്നാമത്തെ ലെറ്റർ ആയ A കണ്ടുപിടിക്കാൻ ഈ ഒന്നാമത്തെ വരി നേരെയും ഗുണിച്ച് വെച്ചാൽ മതി. ഒന്നാമത്തെ നേരെ ഗുണിക്കുമ്പോൾ 4 × 3. അവസാനത്തെ ലെറ്റർ ആയ C കണ്ടുപിടിക്കാൻ ഈ അവസാനത്തെ വരി നേരെയും ഗുണിച്ച് വെച്ചാൽ മതി, 7 × 2. ഓക്കെ ആണല്ലോ. അപ്പൊ ഒന്നാമത്തെ ലെറ്റർ ആയ A കണ്ടുപിടിക്കാൻ ഒന്നാമത്തെ വരി നേരെ ഗുണിച്ചാൽ മതി. അവസാനത്തെ ലെറ്റർ ആയ C കണ്ടുപിടിക്കാൻ അവസാനത്തെ വരി നേരെ ഗുണിച്ചാൽ മതി. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് കിട്ടി A:C എന്ന് കിട്ടി. ഇത് സാധാരണ എല്ലാരും ചെയ്യുന്ന എത്ര? നമുക്ക് ഇത് ഇങ്ങനെ ചെയ്യുന്നത് 3 4 12 ഈ 7 14 12:14 എന്നിട്ട് A:C എന്ന് പറയണ്ടേ. A:C എന്ന് പറയുന്നത് 12:14 എന്ന് കിട്ടും അല്ലെ? A:C എന്ന് വെച്ചാൽ 12:14. പക്ഷെ ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? വെട്ടിച്ചെറുതാക്കാൻ പറ്റും. വെട്ടിച്ചെറുതാക്കാം. എത്ര വെച്ച് ഹരിക്കാം? 2 വെച്ച് ഹരിക്കാം. 2 വെച്ചിരിക്കുമ്പോൾ 12 2 വെച്ചിരിക്കുമ്പോൾ 6, 14 2 വെച്ചിരിക്കുമ്പോൾ 7. 6:7 ആണ് ഇതിന്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. 6:7 ആണ്. നമ്മളിങ്ങനെ ഗുണിച്ച് വലുതാക്കിയിട്ട് വെട്ടി ചെറുതാക്കണമെന്ന് നിയമമൊന്നും ഇല്ല. ഞാൻ നേരത്തെ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞു ഓർമ്മയുണ്ടോ? കോമൺ ആയിട്ട് വെട്ടാവുന്ന എന്തെങ്കിലും സംഖ്യ ഉണ്ടോ എന്ന് നോക്കിയാൽ അത് വെച്ചങ്ങ് വെട്ടാം. ഇവിടെ കോമൺ ആയിട്ട് വെട്ടാൻ പറ്റുന്ന സംഖ്യ ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ 4 ഉള്ളത്. ഈ 4 എന്ന് വെച്ചാൽ 2 × 2 അല്ലയോ? 2 2 ഗുണിക്കുന്നില്ലേ ഉള്ളൂ 4. നമുക്ക് എന്ത് ചെയ്യാം? ഇതിനകത്തുനിന്ന് ഒരു 2 ഒന്ന് വെട്ടിക്കളൂ. 1 2 2. 4-നകത്ത് 2 എത്ര പ്രാവശ്യം ഉണ്ട്? 2 പ്രാവശ്യം. അപ്പൊ എന്തുണ്ട്? 1 2 2, ഈ 2 അപ്പുറം ഇപ്പുറം നമുക്ക് എത്ര വെച്ച് വെട്ടാം? 2 വെച്ച് വെട്ടാം. അപ്പൊ നമ്മുടെ ആൻസർ A:C എന്ന് വെച്ചാൽ 2 × 3 6, 7 × 1 7. ആൻസർ
6:7 ആയിരിക്കും നമ്മളുടെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ A:B എന്ന് പറഞ്ഞാൽ 4:7, B:C എന്ന് വെച്ചാൽ 3:2 ആയാൽ A:C കാണാൻ ഗാ വരച്ച് സമയം കളയണമെന്നില്ല. ഗാ വരച്ചാൽ എന്ത് കിട്ടും? എയും ബിയും സിയും കിട്ടും. അപ്പൊ ആദ്യത്തെ ലെറ്റർ ആയിരിക്കും എ, രണ്ടാമത്തെ ലെറ്റർ ബി, മൂന്നാമത്തെ ലെറ്റർ സി. അപ്പൊ ആദ്യത്തെ അവസാനത്തെ എടുത്താലും മതി. അത്രയും ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണ്ട, സമയം കളയേണ്ട കാര്യമില്ല. ഇതുപോലെ ഡയറക്റ്റ് അങ്ങ് ചെയ്ത് വെച്ചാൽ മതി. നമ്മുടെ A:C എന്ന് വെച്ചാൽ 6:7 എന്ന് കിട്ടും. ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം. ഓക്കെ, A:B 8:3, B:C 5:4. ഓക്കെ, A:B 8:3, B:C 5:4. ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഒന്നാമത്തെ ലെറ്ററിലൂടെ ഒന്നാമത്തെ ലെറ്റർ കണ്ടുപിടിക്കാൻ, എ കണ്ടുപിടിക്കാൻ ഒന്നാമത്തെ വരി നേരെ ഗുണിച്ചാൽ മതി. ഒന്നാമത്തെ നേരെ ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? 8 × 5. അവസാനത്തെ ലെറ്ററിലെയോ സി, അവസാനത്തെ ലെറ്റർ കണ്ടുപിടിക്കാൻ അവസാനത്തെ വരി നേരെ ഗുണിച്ചാൽ മതി. 3 × 4. ഓക്കെ ആണല്ലോ? ഗുണിക്കുമ്പോൾ എത്ര കിട്ടി? 8 × 5, അടുത്ത 3 × 4 എന്ന് കിട്ടിയല്ലോ. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ആൻസർ A:C എന്ന് പറഞ്ഞാൽ, ഇവിടെ ശ്രദ്ധിച്ചോണം, നമുക്ക് ഇവിടെ ഗുണിക്കുമ്പോൾ കിട്ടുന്നത് 8 × 5 40, 3 × 4 12 ആണ് കിട്ടുന്നത്. പക്ഷെ രണ്ടിടത്തുനിന്നും കോമൺ ആയിട്ട് വെട്ടിക്കളയാൻ പറ്റുന്ന സംഖ്യ കിടപ്പുണ്ട്. കോമൺ ആയിട്ട് വെട്ടാവുന്ന സംഖ്യ ഏതാണ്? 4 കിടപ്പുണ്ട്. വെട്ടാം. 4-നകത്ത് 4 ഒരു പ്രാവശ്യം, 8-നകത്ത് 2 പ്രാവശ്യം. 2 × 5 10, 1 × 3 3, 10:3 എന്ന് കിട്ടും. എത്ര കിട്ടുമോ? 10:3 എന്നായിരിക്കും നമ്മളുടെ ആൻസർ കിട്ടുന്നത്. ഓക്കെ ആണല്ലോ? ഇനി നമ്മുടെ ഗാ വരച്ച് വേണം ഇത് ചെയ്യാം. A:B എന്ന് പറയുന്നത് 8:3, B:C എന്ന് പറയുന്നത് എത്ര? 5:4 എന്നല്ലേ പറഞ്ഞേ? നമുക്ക് ആദ്യം A:B:C കണ്ടുപിടിക്കാം. A:B:C കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഗാ വരയ്ക്കാം. ക്ലിയർ ആണേ? ഗാ വരയ്ക്കാം. ഗാ വരയ്ക്കുമ്പോൾ എന്താ? 8-ൽ നിന്ന് 5 ഗുണിക്കുക. 8 × 5. അടുത്ത നിന്ന് ഒഴിവാക്കുമ്പോൾ 5 × 3. അടുത്ത 5-നെ ഒഴിവാക്കുമ്പോൾ എത്ര കിട്ടി? 3 × 4 ആണല്ലോ. ഇനി A:B:C എന്ന് വെച്ചാൽ ഇവിടെ വെട്ടി ചെറുതാക്കാൻ പറ്റത്തില്ല. 8-5 40, 3-5 15, 3-4 12. അപ്പോ A:B:C എന്ന് വെച്ചാൽ 40:15:12 എന്ന് കിട്ടും. ഈ 40:15:12 ആദ്യത്തെ ലെറ്ററിൽ എയുടെ പേരാണ് ആദ്യം എഴുതിയേക്കുന്നത്. അപ്പൊ ആദ്യത്തെ 40 എന്ന് പറഞ്ഞാൽ എയുടെ റേഷ്യോ ആയിരിക്കും. രണ്ടാമതല്ലേ ബി എഴുതിയേക്കുന്നത്? അപ്പൊ ബിയുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 15 ആയിരിക്കും. മൂന്നാമതല്ലേ സി എഴുതിയേക്കുന്നത്? സിയുടെ റേഷ്യോ 12 ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് വേണം? A:C വേണം. എന്താണ്? A:C മതി. അപ്പൊ എന്തുവാ? A:C എന്ന് പറഞ്ഞാൽ എയുടെ വാല്യൂ 40, സിയുടെ വാല്യൂ 12. ഓക്കെ, 40:12. ഈ 40-നും 12-നും നമുക്ക് 2 എണ്ണം ഉള്ളതുകൊണ്ട് അത് മാത്രം വെട്ടിച്ചെറുതാക്കാം. വെട്ടിച്ചെറുതാക്കുമ്പോൾ A:C എന്ന് പറഞ്ഞാൽ 8-5 40. ഓക്കെ, 8-5 4 വെച്ച് കിട്ടാം. 5-4 40, 3-4 12. ആൻസർ 10:3 എന്ന് കിട്ടും. ഒന്ന് ഗാ വരച്ച് എയും സിയും കണ്ടുപിടിച്ചിട്ട് എടുക്കുക. അത്രയും ചെയ്ത് നിങ്ങളെ സമയം കളയണ്ട. ആദ്യത്തതും അവസാനത്തതും തമ്മിൽ ഗുണിച്ചാൽ മതി. വേറെ ഒരു പരിപാടിയില്ല. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇതിന്റെ ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ? പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്. ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് വെട്ടി ചെറുതാക്കാൻ പറ്റത്തില്ല. ശ്രദ്ധിച്ചോണം. ഇങ്ങനെ നിൽക്കുമ്പോൾ വെട്ടി ചെറുതാക്കാൻ പറ്റത്തില്ല. ഇതിനെ 2 എണ്ണം മാറ്റി എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് വെട്ടാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ ചോദിച്ചാൽ A:B:C എത്രയാണെന്ന് വെച്ചാൽ 40:15:12 തന്നെയാണ് ഇതിന്റെ ആൻസർ. നമ്മൾ എയും സിയും മാത്രം സെപ്പറേറ്റ് എടുത്തുകൊണ്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനെ വെട്ടിച്ചെറുതാക്കുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. A:B 3:4, B:C 4:5, C:D 5:6 ആയാൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതായിരിക്കും A:B:C D എത്ര? ഇതായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? A:B എന്ന് വെച്ചാൽ 3:4, B:C എന്ന് വെച്ചാൽ 4:5, C:D എന്ന് വെച്ചാൽ 5:6 ആയാൽ A:B:C എത്ര? ഇതാണല്ലോ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം, ഇവിടെ എത്ര ജോഡികളുണ്ട് എന്ന് ആദ്യം നോക്കണം. ആദ്യം എത്ര ജോഡിയുണ്ട്? 1 2 3 3 ജോഡികളാണ് ഉള്ളത്. അപ്പോൾ നേരത്തെ 2 ജോഡികളായപ്പോൾ ഒരെണ്ണത്തെ 2 സംഖ്യ വീതം വലിയോടോ ഗുണിച്ചത് അല്ലയോ? ഇവിടെ എത്ര ജോഡിയുണ്ട്? 3 ജോഡി ഉണ്ടായാൽ 3 സംഖ്യകൾ വീതം നമ്മൾ ഗുണിക്കണം. ഓക്കെ ആണല്ലോ? 4 ജോഡി ഉണ്ടായാൽ 4 സംഖ്യ വീതം ഗുണിക്കണം. 5 ജോഡി ഉണ്ടായാൽ 5 സംഖ്യ വീതം ഗുണിക്കണം. ഓക്കെ ആണല്ലോ? യെസ്, നമുക്ക് നോക്കാം. ഇവിടെ എത്ര ജോഡിയുണ്ട്? 1 2 3 ജോഡി. അപ്പൊ 3 സംഖ്യ വീതം ഗുണിക്കണം. ഇവിടെയും നേരത്തെ പറഞ്ഞ ഗാ അങ്ങ് വരച്ചാൽ മതി. വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഗാ അങ്ങ് വരയ്ക്കുകയാണ്. ഗാ വരച്ചു. ഓക്കെ,
ഗാ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടുന്ന നോക്കിയേ, ഗാ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടുന്ന 3-ൽ നിന്നാണ്. 3-ൽ നിന്ന് ഇങ്ങനെ തുടങ്ങുക. ഞാൻ പറഞ്ഞു എത്ര ജോഡിയുണ്ട്? 3 ജോഡി. അപ്പൊ എത്ര സംഖ്യ വേണം? 3 സംഖ്യ വേണം. ഓക്കെ ആണല്ലോ? 3 ജോഡി ഉണ്ടെങ്കിൽ 3 സംഖ്യ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 3, 4, 5 3 സംഖ്യയല്ലേ ഉള്ളത്. അപ്പൊ 3 × 4 × 5. ഏടെ പണി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യണം? നമ്മൾ മേളിൽ നിന്ന് ഒരു സംഖ്യ ഒഴിവാക്കി, ഒരെണ്ണം ഒഴിവാക്കി. ബാക്കി എത്ര ഉണ്ട്? 4ഉം 5ഉം. ആ 4ഉം 5ഉം നമ്മൾ ഗുണിക്കാം. 4 × 5. പക്ഷേ എത്ര സംഖ്യ വേണം നമുക്ക്? 3 സംഖ്യ വേണമെന്നല്ലേ പറഞ്ഞേ? ഇവിടെ എത്രണ്ണേ ഉള്ളടോ? 2 ഉള്ളു. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ സംഖ്യ വരാൻ ഇത് മേളിലോട്ടാകാ പോകുന്നത്. മേളിലോട്ട് പോകുമ്പോ × 4. ഓക്കെ, ബി. ഇനി അടുത്തെന്തുവാ? ഈ 4നെയും നമുക്ക് ഒഴിവാക്കാം. 4നെയും ഒഴിവാക്കാം. ഓരോന്നോരോന്ന് ഒഴിവാക്കാം. അപ്പൊ ഇനി ബാക്കി എന്തുണ്ട്? 5 ഉണ്ട്. 5 × ബാക്കി 5 × ഇത് എങ്ങോട്ടാ പോന്നെ? മേളിലോട്ട് വന്ന് 5 × 4 × 5. 5 × 4 × 5. ബി ഒഴിവായി. ഇനി എന്തുവാ? നമുക്ക് എന്ത് ചെയ്യാം? ഈ 5നെയും കൂടെ ഒഴിവാക്കാം. 5നെയും കൂടെ ഒഴിവാക്കാം. ഇവിടുന്ന് ഓരോന്നോരോന്ന് ഒഴിവാക്കുന്നതനുസരിച്ച് ഇപ്പുറത്തുനിന്ന് ഓരോന്ന് എടുത്തുകൊണ്ടേയിരിക്കണം. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ ഇവിടെ എഴുതി കാര്യം എന്താ? ഇവിടെ 3 സംഖ്യ വന്ന്, ഇവിടെ 3 സംഖ്യ വന്ന്, ഇവിടെ 3 സംഖ്യ വന്ന്. അടുത്തതിനകത്ത് 3 സംഖ്യ വേണം. ഇവിടുന്ന് ഓരോന്നോരോന്ന് ഒഴിവാക്കി. എ ആയി, ബി ആയി, സി ആയി. അപ്പൊ ആദ്യം 3നെ ഒഴിവാക്കി, പിന്നെ 4നെ ഒഴിവാക്കി, പിന്നെ 5നെ ഒഴിവാക്കി. പിന്നെ എത്ര ഉള്ള? 4 × പിന്നെ എത്ര? 5 × 6. 4 × 5 × 6. അപ്പൊ എ ആയി, ബി ആയി, സി ആയി, ഡി ആയി. ഇനി നോക്കിയേ, ഇതിനെല്ലാം ഡയറക്റ്റ് ഗുണിക്കുന്നതിന് മുന്നേ ഇതിൽ നിന്ന് എന്തെങ്കിലും വെട്ടി ചെറുതാക്കാൻ പറ്റുമോ നോക്കാം. ഇതിനകത്തൊരു 4 ഉണ്ട്, ഇതിനകത്തൊരു 4 ഉണ്ട്, ഇതിനകത്തൊരു 4 ഉണ്ട്, ഇതിനകത്തൊരു 4 ഉണ്ട്. എട്ടാം. ഇതിനകത്തൊരു 5 ഉണ്ട്, ഇവിടെ ഒരു 5 ഉണ്ട്, ഇവിടെ ഒരു 5 ഉണ്ട്, ഇവിടെ ഒരു 5 ഉണ്ട്. എട്ടാം. എല്ലാത്തിനകത്തും ഓരോന്ന് വീതം മാത്രമേ വെട്ടാവുള്ളൂ. എല്ലാത്തിനൊന്നും ഓരോന്ന്. ഒരു 4 വെട്ടിയാൽ എല്ലാത്തിനും ഓരോ 4. ഒരു 5 വെട്ടിയാൽ എല്ലായിടത്തും ഒരു 5 വീതം വെട്ടാം. ഓക്കെ ആണല്ലോ? A:, B:, C:, D എന്ന് വെച്ചാൽ 3:, ഇവിടുത്തെ എത്ര? 4:, ഇവിടെ എത്ര? 5:, ഇവിടെ എത്ര? 6. ആൻസർ 3:, 4:, 5:, 6. ഇനി ഇത് ഗുണിച്ച് വലുതാക്കിയിട്ട് വെട്ടി ചെറുതാക്കുന്നതിനെക്കാട്ടും നല്ലത് കോമൺ ആറ്റിനകത്ത് എന്തെങ്കിലും സംഖ്യ വെട്ടിക്കളയാനുണ്ട് എങ്കിൽ അതങ്ങ് വെട്ടിയാൽ മതി. ഓക്കെ ആണോ? ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമുക്ക് A:, B എന്ന് വെച്ചാൽ 3:4, B:, C എന്ന് വെച്ചാൽ 4:5, C:, D എന്ന് വെച്ചാൽ 5:6. വരയ്ക്കുക. എത്ര ജോഡി? 3 ജോഡി. അപ്പൊ ഇതിനകത്ത് എത്ര വേണം? 3 സംഖ്യ വീതം വേണം. ഇവിടുന്ന് ഓരോന്നോരോന്ന് എടുക്കുക. ഇവിടുന്നായിട്ട് ഓരോന്നിനും ഒഴിവാക്കുന്നതനുസരിച്ച് അപ്പുറത്തുനിന്ന് ഓരോന്നോരോന്ന് എടുത്തുകൊണ്ടിരുന്നാൽ മതി. ഇത്രയും കാര്യമുള്ളൂ. കോമൺ ആയിട്ടുള്ള വെട്ടി ചെറുതാക്കാം. ക്ലിയർ ആണോ? ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കിയേ. A:, B 2:1, B:, C 3:2, C:, D 1:4 ആയാൽ A:, B:, C എത്ര? നമുക്ക് എങ്ങനെ ചെയ്യാം? നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗായങ്ങ് വരയ്ക്കാം. മലയാള അക്ഷരത്തിൽ ഒരു ഗായങ്ങ് വരച്ചു. ഇനി നോക്കണം എത്ര ജോഡി ഇവിടെ ഉണ്ട്. എത്ര ജോഡിയുണ്ട്? 1, 2, 3 ജോഡി. 3 ജോഡിയേ ഉള്ളു. 3 ജോഡി ഉള്ളെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 3 ജോഡി ഉണ്ടെങ്കിൽ നമുക്ക് 3 നമ്പേഴ്സ് വീതം വെച്ച് വേണം ഗുണിക്കാൻ. അപ്പൊ എവിടെ നിന്ന് അങ്ങ് തുടങ്ങണം? ഗാ സ്റ്റാർട്ട് ചെയ്യുന്ന 2ൽ നിന്ന് തന്നെ അങ്ങ് തുടങ്ങിയേക്കണം. എവിടെ നിന്ന് തുടങ്ങണം? 2ൽ നിന്ന് തന്നെ അങ്ങ് തുടങ്ങിയേക്കണം. ഓക്കെ, 2 × ഗാ എങ്ങോട്ടാ പോന്നെ? 3ലേക്ക് ഗുണിക്കണം. വീണ്ടും ഗാ എങ്ങോട്ടാ പോന്നെ? 1ലേക്ക് ഗുണിക്കണം. എ ആയോ? ക്ലിയർ ആണോ? ഇനി എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? മേളിൽ നിന്ന് ഒരുത്തിനെയും ഒഴിവാക്കണം. ഒഴിവാക്കി. പിന്നെ എത്ര ഉണ്ട്? 3 × 1. 3 × 1. പക്ഷേ നമുക്ക് ഇവിടെ എത്ര ജോഡിയുണ്ട്? 1, 2, 3 ജോഡി. 3 ജോഡി ഉണ്ടെങ്കിൽ 3 സംഖ്യകൾ വേണ്ടായോ? 3 ജോഡി ഉണ്ടെങ്കിൽ 3 സംഖ്യകൾ വേണം. ഇവിടെ എത്ര സംഖ്യയുള്ളു? 2 സംഖ്യയല്ല ഉള്ളു. മൂന്നാമത്തെ സംഖ്യ വരാൻ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ 1 × 1. ക്ലിയർ ആണല്ലോ? അടുത്ത് എന്ത് ചെയ്യാം? ഈ 3നെയോടെ നമ്മൾ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കിയ ബാക്കി എത്ര ഉണ്ട് ഇവിടെ? 1 × 1 × 2. 1 × 1 × 2 3 സംഖ്യയായി. ഓക്കെ, അടുത്ത് എന്ത് ചെയ്യണം? ഈ 1നെയോടെ നമ്മൾ അങ്ങ് ഒഴിവാക്കിയ ബാക്കി എത്ര ഉണ്ട്? 1 × 2 × 4. 1 × 2 × 4. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഇതിനകത്ത് എല്ലാത്തിനകത്തും കോമൺ ആയിട്ട് വെട്ടാൻ പറ്റുന്ന സംഖ്യ വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. ഇതിനകത്ത് 3 ഉണ്ട്, ഇതിനകത്ത് 3 ഉണ്ട്. പക്ഷെ ഇതിനകത്ത് 3 ഇല്ല. ഇതിനകത്ത് 2 ഉണ്ട്, പക്ഷെ ഇതിനകത്ത് 2 ഇല്ല. അപ്പൊ ഇവിടെ കോമൺ ആയിട്ട് വെട്ടാൻ പറ്റുന്ന സംഖ്യകളൊന്നും ഇല്ല.
അപ്പൊ നമ്മൾ എങ്ങനെ എഴുതാം? A is to B is to C is to D എന്ന് പറഞ്ഞാൽ 2 3 6 is to 1 3 3 is to 1 2 2 is to 24 8. ആൻസർ 6 is to 3 is to 2 is to 8. ഓക്കെ ആണല്ലോ. A യുടെ വാല്യൂ 6, B യുടെ വാല്യൂ 3, C യുടെ വാല്യൂ 2, D യുടെ വാല്യൂ 8. ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആവുന്നുണ്ടോ? ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ സെറ്റപ്പ്. ഇത് നിങ്ങൾക്ക് ഇപ്പൊ ഈ പറഞ്ഞ ട്രിക്ക് വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇസഡ് വരെ ചെയ്യാൻ നിങ്ങൾ പ്രാപ്തരായിട്ടുണ്ട്. ഇസഡ് വരെ ചെയ്യാൻ അതിന് മുമ്പായിട്ട് ഒരു മോഡലുകൾ ഒരെണ്ണോടെ ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും. അതുകൊണ്ട് നിങ്ങൾ പഠിച്ചാൽ ഇസഡ് വരെ ചെയ്യാൻ നിങ്ങൾ എങ്ങനെ ചോദിച്ചാലും ചെയ്യാൻ നിങ്ങൾ ഓക്കെ ആവും. ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നോക്കിയേ. A is to B എന്ന് വെച്ചാൽ 3 is to 5. A is to B 3 is to 5. B is to C 4 is to 7. C is to D എന്ന് വെച്ചാൽ 2 is to 1 ആണല്ലോ. നമ്മളോട് എന്ത് ചോദിച്ചിരിക്കുന്നത്? A is to D എത്ര എന്നാ ചോദിച്ചിരിക്കുന്നത്? A is to D. ഓക്കെ, യെസ്. ഈ ഒന്നാമത്തെ ലെറ്റർ അല്ലയോ A? ഒന്നാമത്തെ ലെറ്റർ അല്ലയോ A? ഈ ഒന്നാമത്തെ ലെറ്റർ A, അവസാനത്തെ ലെറ്റർ അല്ലയോ D? അവസാനത്തെ ലെറ്റർ ആണ് D. അപ്പൊ ഒന്നാമത്തെ ലെറ്റർ ആയ എയും നമ്മുടെ അടുത്ത് കാണാൻ ചോദിച്ചിട്ടുണ്ട്. അവസാനത്തെ ലെറ്റർ ആണ് ഡിയും, അതും കാണാൻ നമ്മുടെ ചോദിച്ചിട്ടുണ്ട്. ആദ്യത്തെ ലെറ്റർ കാണാൻ ചോദിച്ചിട്ടുണ്ട്, അവസാനത്തെ ലെറ്റർ കാണാൻ ചോദിച്ചിട്ടുണ്ട്. ആദ്യത്തെ ലെറ്റർ കാണാൻ ചോദിച്ചാൽ നമ്മൾ ഇവിടെ പ്രത്യേകിച്ച് ചെയ്യേണ്ട, ആദ്യത്തെ വര നേരെയും ഗുണിച്ച് വെച്ചാൽ ആദ്യത്തെ വരി നേരെയും ഗുണിച്ച് വെച്ചാൽ മതി. എത്ര? 3 × 4 × 2. അവസാനത്തെ ലെറ്റർ ആണ് ഡി, അതും കാണാൻ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അവസാനത്തെ വരി നേരെയും ഗുണിച്ച് വെച്ചാൽ മതി. നേരത്തെ പറഞ്ഞ പോലെ 5 × 7 × 1. ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? അപ്പൊ ആദ്യത്തെ വര കണ്ടുപിടിക്കാൻ ആദ്യത്തെ വരി നേരെ ഗുണിക്കാം, അവസാനത്തെ ലെറ്റർ കണ്ടുപിടിക്കാൻ അവസാനത്തെ വരി നേരെയും ഗുണിച്ച് വെച്ചാൽ മതി. ഇത്രയും കാര്യമേ ഉള്ളൂ. ഓക്കെ ആണോ? ഇനി ഗാ വരച്ച് A is to B is to C is to D കണ്ടുപിടിച്ചിട്ട് ആദ്യത്തെ അവസാനത്തെ എടുക്കാൻ നിൽക്കണ്ടെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഒന്നാമത്തെ ലെറ്ററും അവസാനത്തെ ലെറ്ററുമാണ് ചോദിക്കുന്നതെങ്കിൽ ഒന്നാമത്തെ വരിയും അവസാനത്തെ വരിയും നേരിട്ട് ഗുണിച്ചാൽ മതി. വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അല്ലെങ്കിൽ A is to B is to C is to D ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടുപിടിച്ചിട്ട് ആദ്യത്തെ അവസാനത്തെ എടുക്കണം. എന്തിനാ അത്ര സമയം കളയുന്നത്? സമയം കളയേണ്ട ആവശ്യമുണ്ടോ? ഇതല്ലയോ ഏറ്റവും എളുപ്പം. ഓക്കെ, നമുക്ക് ഇതുകൊണ്ട് എന്ത് ചെയ്യാം? ഇവിടെ കോമൺ ആയിട്ട് വെട്ടാൻ പറ്റിയ സംഖ്യ ഒന്നും ഇല്ല. അപ്പോ A is to D എന്ന് പറയുന്നത് ഓക്കെ 12 × 2 24 is to 7 × 35. 24 is to 35 എന്നുള്ള ഉത്തരവായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി വെട്ടി ചെറുതാക്കാൻ പറ്റത്തില്ല. A is to D എന്ന് പറഞ്ഞാൽ 24 is to 35. ഓക്കെ ആണോ? ക്ലിയർ? ഓക്കെ, നിങ്ങളിപ്പോ A is to B is to C A is to B is to C കണ്ടുപിടിക്കാൻ പഠിച്ചു. A is to C കണ്ടുപിടിക്കാൻ പഠിച്ചു. A is to B is to C is to D കണ്ടുപിടിക്കാൻ പഠിച്ചു. A is to D കണ്ടുപിടിക്കാൻ പഠിച്ചു. ഇപ്പൊ ഇസഡ് വരെ ചോദിച്ചാൽ നിങ്ങൾ ചെയ്യാൻ ഓൾറെഡി പ്രാപ്തരായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ കറക്റ്റ് ആയി. പക്ഷേ നിങ്ങൾ തെളിഞ്ഞോ ഇല്ലയോ എന്നറിയാൻ ഒരു ക്വസ്റ്റ്യനൂടെ ഞാൻ നിങ്ങൾക്ക് തരുക. ഒരു മോഡൽ A is to B is to C is to D is to E കൂടെ ഒന്ന് പഠിപ്പിക്കാം. ഇയും കൂടെ പഠിപ്പിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇനി ഇസഡ് വരെ ചോദിച്ചാലും നിങ്ങൾ ഓക്കെയാണ്. അപ്പൊ അതൊന്ന് ശരിയായോ, ഞാൻ പഠിപ്പിച്ച ഓക്കെ ആണോ, നിങ്ങൾ ഒന്നുകൂടെ തെളിഞ്ഞോ എന്നറിയാനും വേണ്ടിയാണ് അടുത്തൊരു സ്റ്റെപ്പ് കൂടെ നമ്മൾ പോവാ. അപ്പൊ ഈയും കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് F G H I J ഒക്കെ ചോദിച്ചാലും നിങ്ങൾക്ക് ചെയ്യാൻ നിങ്ങൾ ഓക്കെ ആയിരിക്കും. ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ ഓക്കെ, A is to B സമം 1 is to 2, B is to C സമം 2 is to 3, C is to D സമം 3 is to 4, D is to E സമം 4 is to 5 ആയാൽ A is to B is to C is to D is to E എത്ര? നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഗ എന്ന് വരയ്ക്കണം. ഗ നമ്മൾ പറഞ്ഞ റൂൾ പ്രകാരം ആദ്യം ഗ വരച്ചു. ഓക്കെ ആണേ? ഗ വെച്ച് നമ്മൾ ചെയ്യാൻ പോകും. ഗ വരച്ചു. ഇനി നമ്മൾ ഇങ്ങനെ ചെയ്യുന്നേ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എത്ര ജോഡിയുണ്ട്? പറ, എത്ര ജോഡിയുണ്ട്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എത്ര ജോഡിയുണ്ട് ഉണ്ടെന്ന് നോക്കണമെന്ന് പറഞ്ഞു. ഇവിടെ നോക്കി എത്ര ജോഡിയുണ്ട്? 1 2 3 4. 4 ജോഡികളുള്ള 4 പേഴ്സാ ഉള്ള. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്. അങ്ങനെ 4 ജോഡി ഉണ്ടെങ്കിൽ നമ്മൾ എത്ര സംഖ്യകൾ വീതം വെച്ച് ഗുണിക്കണം? 4 സംഖ്യകൾ വീതം വെച്ച് ഗുണിക്കണം. 4 ജോഡി ഉണ്ടെങ്കിൽ 4 സംഖ്യ വീതം വെച്ച് ഗുണിക്കണം. ഓക്കെ, യെസ്. 4 സംഖ്യ വെച്ച് ഗുണിച്ചു നോക്കാം. ഇവിടെ എത്ര ഉണ്ട്? 1 2 3 4. 4 വെച്ച് ഗുണിക്കാം. 1 × 2 × 3 × 4. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? മേളിൽ നിന്ന് ഓരോന്നിനെയും ഒഴിവാക്കാം. ഒരുത്തനെ ഞാൻ ഒഴിവാക്കി. പിന്നെ ബാക്കി എത്ര ഉണ്ട്? 2 × 3 × 4. 2 × 3 × 4. പക്ഷേ 4 സംഖ്യ വേണ്ടെടുത്ത് 3 ഉള്ളു.
4 നമുക്ക് വേണം. ഒരു ജോഡി 4 ജോഡി ഉണ്ടായിട്ട് 4 സംഖ്യകളും വെച്ച് ഗുണിക്കണം. പക്ഷെ ഇവിടെ എത്രയേ ഉള്ളു? 3 ഉള്ളു. അപ്പൊ എന്ത് ചെയ്യണം? ഈ ഗ എങ്ങോട്ടാ പോകുന്നത്? 2ലേക്കാ പോകുന്നേ. ആ 2 കൊണ്ട് ഗുണിക്കാം. ഓക്കെ, യെസ്. ഇനി എന്ത് ചെയ്യാം? വീണ്ടും ഒരുത്തനോട് നമുക്ക് ഒഴിവാക്കാം. ബാക്കി എത്ര ഉണ്ട്? 3 × 4. 3 × 4. ഇവിടെ എത്ര ഉള്ളു? 2 ഉള്ളു. എത്ര എണ്ണം വേണം? 4 എണ്ണം വേണം. അപ്പൊ എന്ത് ചെയ്യണം? ബാക്കി ഇവിടുന്ന് ഈ ഗ ഇങ്ങോട്ട് പോകുന്നത് എത്രയിലേക്കാ? 2ലേക്കും 3ലേക്കും. 2 3 ഗുണിക്കാം. 2 × 3 = വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ഒരുത്തനെ ഇവിടെ ഒഴിവാക്കാം. ഒഴിവാക്കി കഴിഞ്ഞാൽ നോക്കിയേ, ബാക്കി എത്ര ഉണ്ട്? 4 × നമുക്ക് എത്ര വേണം? 4 എണ്ണം വേണം. ഇവിടെ ഒരെണ്ണേ ഉള്ളൂ. ബാക്കി 3 എണ്ണം ഇപ്പുറത്തുനിന്ന് എടുക്കാം. 2 × 3 × 4. ഓക്കെ, എ ആയി, ബി ആയി, സി ആയി, ഡി ആയി. നമുക്ക് ആരും കൂടെ വേണം? ഇയും കൂടെ വേണം. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് വീണ്ടും ഒരുത്തനോട് ഒഴിവാക്കാം. ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കി എത്ര ഉണ്ട്? 2 × 3 × 4 × 5. 1 2 3 4 5. ഓക്കെ ആണല്ലോ? അപ്പൊ ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഇതിനകത്തൊന്ന് കോമൺ ആയിട്ടുള്ള ഇല്ല, വെട്ടിക്കളയാം. കോമൺ ആയിട്ടുള്ള ഇതിനകത്തുണ്ട് 2 ഉണ്ട്, ഇതിനകത്ത് 2 ഉണ്ട്, ഇതിനകത്ത് 2 ഉണ്ട്, ഇതിനകത്തും 2 ഉണ്ട്, ഇതിനകത്തും 2 ഉണ്ട്. നേരത്തെ പറഞ്ഞല്ലേ? 2 വെട്ടി. 2 വെട്ടി. 2 വെട്ടി. ഇനി എന്തുണ്ട്? 3. ഒരെണ്ണം വെട്ടി. ഇതിനകത്ത് ഒരു 3 വെട്ടി. ഇതിനകത്തുനിന്ന് ഒരു 3 വെട്ടി. ഇതിനകത്തുനിന്ന് ഒരു 3 വെട്ടി. ഇതിനകത്തുനിന്ന് 3 വെട്ടി. എല്ലാം വെട്ടുമ്പോൾ ഒരെണ്ണം വെട്ടി. എല്ലായിടത്തും ഒരെണ്ണം വെട്ടാവും. 2 വെട്ടി എല്ലായിടത്തും ഈ 2 എണ്ണം വെച്ച് വെട്ടണം. ഓക്കെ, ഇവിടെ ഒരു 4 ഉണ്ട് വെട്ടി. ഇവിടുന്ന് 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 ഉണ്ട് വെട്ടി. വെട്ടിക്കളയാനൊന്നുമില്ല. A:B:C:D. ഓക്കെ, 1:2 3:4 5. A:B:C:D എന്ന് പറഞ്ഞാൽ 1:2 3:4 5. ഇത്രയേ ഉള്ളു. ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം. ഒരെണ്ണോട് ചെയ്യാം. ഓക്കെ, A:B 1:5, B:C 2:1, C:D 1:3, D:3 2:3. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ട A:B:C:D:E ആണ്. ഓക്കെ, ഗായങ്ങ് വരച്ചു. എത്ര ജോഡി? 1 2 3 4 ജോഡി. ഇപ്പൊ 4 സംഖ്യ. 1 × 2 × 1 × 2. അടുത്ത നമ്മൾ എന്ത് ചെയ്ത്? 1നെ ഒഴിവാക്കി. ബാക്കി എത്ര ഉണ്ട്? 2 × 1 × 2 ആണ്. പക്ഷെ 4 സംഖ്യ പറഞ്ഞെങ്കിൽ ഒരെണ്ണം മേളിലോട്ട് പോകണം. 5നോട് എടുത്ത് അപ്പുറത്ത് 5നോട് എടുത്ത് ബി ആയി. അടുത്ത വീണ്ടും 2നെ ഒഴിവാക്കിയ ബാക്കി എന്തുണ്ട്? 1 × 2 × 2 ആയുള്ളൂ. 4 എണ്ണം വേണം. ബാക്കി 2 എണ്ണം ഇപ്പുറത്ത് പോയി എടുക്കാം. 5 × 1 അടുത്ത നോക്കാം. ഈ 1നോട് ഒഴിവാക്കാം. 2 × 5 × 1 × 3. അടുത്ത് എന്ത് ചെയ്യാം? ഈ 2നെ കൂടെ നമുക്ക് ഒഴിവാക്കാം. ഒഴിവാക്കി എത്ര കിട്ടി? 5 × 1 × 3 × 3. ഓക്കെ ആണല്ലോ? ഇനി കോമൺ ആയിട്ട് ഇതിനകത്തുനിന്ന് വെട്ടിക്കളയാൻ പറ്റിയ സംഖ്യ വല്ലതും ഉണ്ടോ? ഇതിനകത്ത് 2 ഉണ്ട്, ഇതിനകത്ത് 2 ഉണ്ട്, ഇതിനകത്ത് 2 ഉണ്ട്, ഇതിനകത്തും 2 ഉണ്ട്, പക്ഷെ ഇതിനകത്ത് 2 ഇല്ല. ഇതിനകത്ത് 3 ഉണ്ട്, പക്ഷെ ഇതിനകത്ത് 3 ഇല്ല. അപ്പൊ എല്ലാത്തിനകത്തും കോമൺ ആയിട്ട് വെട്ടാൻ പറ്റിയ സംഖ്യ ഒന്നുമില്ല. ഡയറക്റ്റ് ഗുണിക്കുക. 2 × 2 4 2 × 2 4 4 × 5 20. ഓക്കെ, അടുത്ത് നോക്കിയേ. 5 10 അടുത്ത് നോക്കിയേ. 5 10 5 3 30. ഓക്കെ, 3 5 15 × 3 45, അല്ലെങ്കിൽ 15 × 3 45. ഓക്കെ 45. ഓക്കെ, ഓക്കെ 4 20 10 30 45. ഇനി വെട്ടി ചെറുതാക്കാൻ പറ്റത്തൊന്നുമില്ല. ഇവിടെ വെച്ച് കണക്കൊക്കെ നിർത്തി വെച്ചാൽ മതി. ഓക്കെ ആണോ? ക്ലിയർ ആണോടെ? ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ A:B:C:D എന്ന് പറഞ്ഞാൽ 4:20 10:30 45 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? ഇനി A:E ചോദിച്ചാലോ? A:E ചോദിച്ചാൽ ഒന്നാമത്തെ ലെറ്ററിലൂടെ എ ചോദിച്ചാൽ ഒന്നാമത്തെ വരി നേരെ ഗുണിച്ചാൽ മതി. അവസാനത്തെ ലെറ്ററിൽ ഇ ചോദിച്ചാൽ ഇത് നേരെ ഗുണിച്ചാൽ മതി. ഓക്കെ ആണോ? ഇപ്പൊ നിങ്ങൾക്ക് ഇസഡ് വരെ ചോദിച്ചാലും നിങ്ങൾ ഓക്കെ ആയില്ലുള്ളൂ. ഇസഡ് വരെ ചോദിച്ചാലും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ നിങ്ങൾ പ്രാപ്തരായി. ഇനി അടുത്ത എഫ് ചോദിച്ചാൽ എന്താ? ഇതേപോലെ ഗാവരയ്ക്ക് എഫ് ആകുമ്പോൾ 5 ജോഡി വരും. 5 എണ്ണം വെച്ച് ഗുണിച്ച് ഓരോന്ന് ഒഴിവാക്കി പോയാൽ മതി. ഇത് ചെയ്യാൻ എന്തോ പാട്? ഓക്കെ ആണോ? ഇന്ന് പഠിപ്പിച്ചെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് കുറെ ഇട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.